back to Bangalore. ഹായ് ഓൾ. അപ്പോൾ ഇതൊരു സ്പെഷ്യൽ വ്ളോഗാണ് കേട്ടോ. നമ്മൾ തിരിച്ച് വീണ്ടും ബാംഗ്ലൂരിലേക്ക് പോവാണ്. സൗദി ചേച്ചിയുടെ കൂടെയാണ് പോകുന്നത്. ചേച്ചിയുണ്ട്, രാജേട്ടനുണ്ട്, മിന്നു, ചിഞ്ചു, ആമി. ഞങ്ങൾ ഒരുമിച്ചാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ തമ്മിൽ കണ്ടപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്തോ കോളേജ് അഡ്മിഷന് ഭാഗമായിട്ട് പോവുകയാണെന്നുള്ളത്. അതെ, മിന്നുമോൾ +2 കഴിഞ്ഞു. അപ്പോൾ അവൾക്ക് BC എടുക്കണം എന്നാണ് ആഗ്രഹം. അതും ബാംഗ്ലൂരിൽ പഠിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ നമ്മൾ ബാംഗ്ലൂരിൽ ഒരു കോളേജൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. അഡ്മിഷനൊക്കെ ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് കോളേജൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യണം, അവിടുത്തെ ഹോസ്റ്റൽ ഫിക്സ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ടാണ് പോകുന്നത്. കുറച്ച് ദൂരം എത്തിയപ്പോഴേ ആമി കിടന്നു. ആമിക്ക് എന്തോ ഒരു ക്ഷീണമൊക്കെ പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ അമ്മമ്മീൻ്റെ മടിയിൽ കിടക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ പുറത്തുള്ള കാഴ്ചകളൊക്കെ കണ്ട് ബാംഗ്ലൂരിലോട്ട് പോവാണ് കേട്ടോ. നമ്മളൊരു 1 മണിക്ക് ഇറങ്ങണം എന്നാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ കുറച്ച് ലേറ്റായി. അതങ്ങനെയാണല്ലോ, നമ്മൾ കറക്റ്റ് പ്ലാൻ ചെയ്ത ടൈമിൽ കാര്യങ്ങളൊന്നും നടക്കാറില്ലല്ലോ. അപ്പോൾ 2 മണിക്കാണ് ഇറങ്ങിയത് കേട്ടോ. അങ്ങനെ കുറച്ച് ദൂരം ചെന്നപ്പോൾ ആണ് നമുക്കൊരു പണി കിട്ടിയത്. കാറൊന്ന് ബ്രേക്ക് ഡൗൺ ആയി, ക്ലച്ചിന് എന്തോ ഒരു കംപ്ലൈൻറ്റ് വന്നു. പക്ഷേ കറക്റ്റായിട്ട് നമ്മൾ ഒരു സ്പെയർ പാർട്സിൻ്റെ ഷോപ്പിൻ്റെ മുന്നിലാണ് കേട്ടോ നമുക്ക് ഈ ഒരു പ്രോബ്ലം വന്നത്. അപ്പോൾ അവിടെയുള്ള ചേട്ടൻ ഓടി വന്നു. ആളിതുപോലെ ഒരു വർക്ക്ഷോപ്പിലുള്ള ഒരു ഏട്ടനെ വിളിച്ചു. മോഹനേട്ടൻ എന്നായിരുന്നു പേര് തോന്നുന്നു. അപ്പോൾ അവർ പെട്ടെന്ന് തന്നെ വന്നു. അവർ തൽക്കാലത്തേക്കൊന്ന് റെഡിയാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ പോകുന്ന വഴിയിൽ ഇതുപോലെ ടെൻഷൻ അടിച്ചിട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. ഫോറസ്റ്റിൻ്റെ ഉള്ളിലൂടെയൊക്കെ പോകണമല്ലോ. അപ്പോൾ ഭയങ്കര ടെൻഷൻ അടിച്ചൊരു യാത്രയായിരുന്നു കേട്ടോ ഇത്. അങ്ങനെ നമ്മൾ ബാംഗ്ലൂരിലെത്തി കേട്ടോ. അവിടെ താമസിച്ചിട്ടുണ്ടായിരുന്നത് രാജേട്ടൻ്റെ ഒരു കസിൻ്റെ വീട്ടിലായിരുന്നു കേട്ടോ. അപ്പോൾ അവർ ഫാമിലി ആയിട്ടാണ് താമസിക്കുന്നത്. അമ്മു എന്നാണ് പേര്. അമ്മുവിൻ്റെ വീട്ടിലാണ്, അമ്മുവിൻ്റെ റൂമിലാണ് നമ്മൾ നിന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് നെക്സ്റ്റ് ഡേ മോർണിംഗ് തന്നെ നമ്മൾ കോളേജ് വിസിറ്റ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. കൃപാനിധി കോളേജിലാണ് ആമി എന്നാണ് പറയുന്നത്. കൃപാനിധി കോളേജിലാണ് മിന്നുവിനെ ചേർത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവിടെ അഡ്മിനിസ്ട്രേറ്റേഴ്സിനൊക്കെ സംസാരിച്ചു. പുറത്ത് കേരള സ്വാദ് എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട്, മലയാളീസിൻ്റെ ഹോട്ടൽ തന്നെയാണ്. അപ്പോൾ അവിടെ നിന്ന് ആക്കാം ഫുഡ്. ഒരുപാട് പേര് അവിടെ നിന്ന് ഫുഡ് കഴിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാം മിന്നുവിനെ കാണിച്ചു കൊടുക്കാനും അവിടെ എങ്ങനെയുണ്ട് ഫുഡ് എന്ന് അറിയാൻ വേണ്ടി നമ്മൾ അവിടെ തന്നെയാണ് ഫുഡ് കഴിച്ചത് കേട്ടോ. അപ്പോൾ ഇവർ ഭയങ്കര ഡിസ്കഷനിലാണ്. അതായത് മിന്നുവിനെ ഇതുപോലെ കോളേജിൻ്റെ ഉള്ളിലാണ് അവരുടെ ഹോസ്റ്റൽ വരുന്നത്, അവിടെ ജോയിൻ ചെയ്യിപ്പിക്കണോ അതോ പുറത്ത് PG നോക്കണോ എന്നുള്ള ഭയങ്കരമായ ഡിസ്കഷനിലാണ് എല്ലാവരും. അതിന് നമ്മൾ അവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്നും എടുക്കാൻ പറ്റിയില്ല. കണ്ടോ, ഇത്ര അടുത്താണ്. ആ കാണുന്നതാണ് കോളേജിൻ്റെ ഗേറ്റ്. അതിൻ്റെ ഓപ്പോസിറ്റാണ് ഈ ഒരു ഹോട്ടൽ വരുന്നത്. അങ്ങനെ നമ്മൾ ഫോട്ടോസൊക്കെ എടുത്ത് സംസാരിച്ച് നിന്നു. അങ്ങനെ നമ്മൾ തിരിച്ചു പോകാനുള്ള പ്ലാനിങ്ങിലാണ്. കാറിലെല്ലാവരും കയറി. ഞാനും ആമയും ഓപ്പോസിറ്റാണ് ഇപ്പോൾ ക്രോസ് ചെയ്യാൻ പോവാണ് കേട്ടോ. അങ്ങനെ നമ്മൾ തിരിച്ച് റൂമിലോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല മനോഹരമായ കാഴ്ചകളാണ് കേട്ടോ അപ്പുറത്ത് കാണുന്നത്. കണ്ടൽക്കാട് പോലെ ഒക്കെ തോന്നി. അങ്ങനെ നമ്മൾ തിരിച്ച് റൂമിലെത്തിയപ്പോഴെല്ലാവരും ഭയങ്കരമായി ടയേർഡായി. നമ്മളവിടുന്ന് ഫുഡ് കഴിച്ചിട്ടാണ് വന്നത്. പക്ഷേ എന്നാലും റൂമിലെത്തിയപ്പോൾ എല്ലാവർക്കും ഭയങ്കര വിശപ്പ്. അപ്പോൾ എന്നാൽ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. മോർണിംഗ് അന്ന് രാവിലെ നമുക്ക് പൂരി അതുപോലെ കിഴങ്ങ് കറിയൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ചപ്പാത്തി ഉണ്ടായിരുന്നു നമ്മൾ കൊണ്ടുവന്നത്. അപ്പോൾ അതൊന്ന് ചൂടാക്കി, ഹാഫ് കുക്ക്ഡ് ചപ്പാത്തി ആയിരുന്നു, അതൊന്ന് ചൂടാക്കി. പിന്നെ രാവിലത്തെ പൂരി ഒന്നുകൂടെ ചൂടാക്കിയെടുത്തു. പിന്നെ കിഴങ്ങ് കറിയുണ്ട്, അതുപോലെ തന്നെ ചിക്കൻ കറിയുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്ത് നമ്മളത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആമി കണ്ടോ, ആമീനെ താഴെ എത്തിയതാണ്. ഞാൻ പറഞ്ഞു ആമീൻ്റെ അടുത്ത് അവിടെ ഒന്നും വൃത്തിയേടാക്കരുത്. അപ്പം നല്ല കുട്ടിയായിട്ട് താഴെയൊക്കെ ഇരുന്നു. അങ്ങനെ നമ്മൾ ഡ്രസ്സ് അലക്കിയിട്ട് മുകളിലേക്ക് വന്നിരിക്കുകയാണ്. മേലെയാണ് അവർ ഡ്രസ്സൊക്കെ, അഴിലൊക്കെ കിടക്കുന്നത് മേലെയാണ്. അപ്പോൾ അവിടെയാണ് ഡ്രസ്സ് തോരിടുന്നത്.
കണ്ട അവർ താഴെയാണ് തോന്നുന്നത് അലക്കുന്നത്. അവിടെ ഒരു അലക്കുന്ന സ്പേസ് തന്നെയാണ് തോന്നുന്നത്, അറിയില്ല. പൈപ്പൊക്കെ കണ്ടു. അപ്പോൾ ഇവിടെ വേറെയും ആൾക്കാർ ഡ്രസ്സൊക്കെ തോരയിട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ അവിടെ ഉള്ള സ്പേസിൽ നമ്മൾ ഡ്രസ്സും കൂടെ ഇട്ടിട്ടുണ്ട്. നല്ലൊരു വിഷ്വലായിരുന്നു മേലെ പോയപ്പോൾ ആകാശമൊക്കെ. അപ്പോൾ അത് ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. കണ്ടോ ബാംഗ്ലൂരിലെ ബിൽഡിങ്സ്, മരങ്ങൾ. അപ്പുറത്തെ പറമ്പിൽ ഫുൾ വേസ്റ്റാണ് കേട്ടോ. അങ്ങനെ നമ്മളെ പണിയൊക്കെ കഴിഞ്ഞു. നമ്മൾ ഡ്രസ്സൊക്കെ തോരയിട്ടു. നമ്മൾ മാക്സിമം അവിടുന്ന് ക്ലീൻ ആക്കിയിട്ടാണ് ഡ്രസ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. കാരണം നമ്മളിപ്പോൾ ഒരു വീട് പോലെ തന്നെയായിരുന്നു അവിടെ. എല്ലാം അവർ നമ്മളെ ഏൽപ്പിച്ചിട്ടാണ് പോയത്. അപ്പോൾ വാഷിംഗ് മെഷീൻ ഉണ്ടായിരുന്നു, അതിൽ ഡ്രസ്സൊക്കെ അലക്കി. അപ്പോൾ നമുക്ക് വലിയ ഭാരം ഉണ്ടായിരുന്നില്ല. മറ്റേത് നമ്മൾ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഡ്രസ്സ് ഉണ്ടാവുമല്ലോ. തിരിച്ച് വരുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഡ്രസ്സ് അലക്കാനുണ്ടാവും. പക്ഷെ നമ്മൾ മാക്സിമം അവിടെ നിന്ന് എല്ലാ ഡ്രസ്സും വാഷ് ചെയ്തിട്ടാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഇതൊരു സംഭവമാണ് കേട്ടോ. സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന സമയത്ത് എൻ്റെ കാല് ചെറുതായിട്ടൊന്ന് ഒളുക്കി. ഞാൻ മുന്നേ എൻ്റെ കാല് അതുപോലെ പടം മറിഞ്ഞിട്ടുണ്ടായിരുന്നു. അതേ കാല് തന്നെയാണ് ഇപ്പോൾ ഒളുക്കിയിട്ടുള്ളത്. ഞാൻ പണി കിട്ടിയെന്ന് വിചാരിച്ചു, പക്ഷേ വലിയ കുഴപ്പമുണ്ടായില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും റെഡി ആയിട്ടോ. ഇത് നമ്മുടെ ആമി മോളുടെ ഡാൻസ് തുടങ്ങിയിട്ടുണ്ട്. ഇതായിരുന്നു അവൾക്ക് പാട്ട് കേട്ട അപ്പോൾ ഡാൻസ് ചെയ്യണം. അപ്പോൾ ടി വി നോക്കി അതിലുള്ള സ്റ്റെപ്പ് അതുപോലെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുട്ടിക്ക് ഈയിടെയായിട്ട് ഡാൻസിൽ വല്ലാണ്ട് കമ്പമുണ്ട് കേട്ടോ. ഇൻഡോ വെസ്റ്റേൺ മിക്സ് ആണെന്ന് തോന്നുന്നു. ആമിയുടെ ഡാൻസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. അയ്യോ, അപ്പോൾ ഇതായിരുന്നു ഞങ്ങൾ മെയിൻ വിനോദം. നേരത്തെ പറഞ്ഞല്ലോ കാറിൻ്റെ ചെറിയൊരു പ്രോബ്ലം പറ്റിയിരുന്നു. അപ്പോൾ രാജേട്ടനും മിന്നും കൂടെ കാർ റെഡിയാക്കാൻ പോയതായിരുന്നു. അപ്പോൾ നമ്മൾ അവരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. നമ്മുടെ റൂമിൻ്റെ കുറച്ചപ്പുറത്ത് ഒരു പാർക്കുണ്ട്, കുട്ടികളുടെ പാർക്കുണ്ട്. അപ്പോൾ അവിടെ പോകാമെന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അവരെ എന്തായാലും കാണാനില്ല. നമ്മൾ ഒരുപാട് ടൈം വെയിറ്റ് ചെയ്തു. ആമിക്കാണെങ്കിൽ ഡാൻസ് കളിച്ച് കഴിഞ്ഞപ്പോൾ ബോറടിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ബോറടിച്ച് കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് അറിയില്ല, എന്താണെന്നൊന്നും പറയില്ല, ചുമ്മാ വാശി പിടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ എന്നാൽ പാർക്കിലോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ പാർക്കിലേക്ക് പോവാണ് കേട്ടോ. ബാക്കിയുള്ള വിശേഷം അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.